ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾക്ക് പപ്പായ കറി ഇഷ്ടമാണോ? ഇന്ന് പപ്പായ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അടിപൊളി ടേസ്റ്റോടുകൂടി നല്ല ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഇഡ്ഡലി ദോശയുടെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ കറി. പപ്പായ 2 പപ്പായ കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് അരിഞ്ഞ് കഴുകി കണ്ണുള്ള പാത്രത്തിൽ വെള്ളം പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കാനുള്ളത്, അതുകൊണ്ട് വെള്ളം നന്നായിട്ട് പോകണം. ഒരു തേങ്ങ ചിരണ്ടിയത്, തക്കാളി ഒരു 4 എണ്ണം, ഒന്നുള്ളി എന്തോരം വേണമെങ്കിലും ചേർക്കാം. എന്തോരം ചേർത്താലും കറിക്ക് ടേസ്റ്റ് കൂടുകയുള്ളൂ. അതൊരു 2 പിടി എടുത്തിട്ടുണ്ട്. സബോള ചേർത്താലും കുഴപ്പമില്ല. ഇഞ്ചി ഒരു കഷ്ണം, വെളുത്തുള്ളി 2 കുടം, പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് വയലറ്റ് മുളക് ഒരു 6 എണ്ണം കീറിയെടുത്തത്, കാശ്മീർ മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. തേങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി വറുത്തെടുക്കാം. അത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറമായാൽ മതി. ആ പച്ച നിറമൊക്കെ മാറി നമ്മൾ വറുത്തരച്ച കറി പോലെയല്ല, ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറമായാൽ മതി. ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ. നമ്മുടെ തേങ്ങ ഇവിടെ ആയിട്ടുണ്ട്. ഇത്ര ആയാലും മതി. ഇത് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കപ്പളങ്ങ എണ്ണയിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞങ്ങളിവിടെ കപ്പളങ്ങ എന്നാണ് കേട്ടോ പറയുന്നത്. ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് 10 പേർക്കുള്ള സദ്യ കൊടുക്കാനുള്ളതാണ് കേട്ടോ, ഉച്ചയൂണിന്. അതിനു വേണ്ടിയാണ് ഇത്ര എടുത്തിരിക്കുന്നത്. 2 കപ്പളങ്ങയാണ്. നല്ല വലിയ കപ്പളങ്ങയായിരുന്നു. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, എണ്ണ ആവശ്യത്തിനുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് പച്ചമുളകും അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വഴണ്ട് കിട്ടും ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ. മൂപ്പായി വന്നിട്ടുണ്ട്. ഇത്ര മൂത്താൽ മതി. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം പൊടികൾ ചേർക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചു നോക്കിയാൽ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് ടേസ്റ്റാണ്. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ആയിട്ടുണ്ട്. ഇനി നമുക്ക് വഴറ്റി മാറ്റി വെച്ച പപ്പായ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ ഉപ്പും മുളക് പൊടിയൊക്കെ കഷ്ണത്തെ പിടിക്കാൻ വേണ്ടിയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ആവശ്യത്തിന് ഒഴിച്ചാൽ മതി കേട്ടോ. ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുവാണ്. വെള്ളമൊക്കെ ചാറിന് ആവശ്യാനുസരണം ഒഴിച്ചാൽ മതി കേട്ടോ. ഇതിന് ഒരുപാട് ചാറൊന്നും അങ്ങനെ കാണില്ല. നല്ല കുറുകിയിരിക്കുന്ന കറിയാണ് കേട്ടോ. തികന്ന് പറ്റി വരുമ്പോൾ അടിപൊളിയാണ്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു, തേങ്ങ അരയ്ക്കുന്ന കൂട്ടത്തിൽ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം കൂടി ചേർക്കണം. വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം.
അങ്ങനെ നമ്മുടെ കപ്പളങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വെന്ത് കുറുകി അടിപൊളിയല്ലേ? കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു കഴിക്കാൻ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് ശകലം ഗരം മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ടേസ്റ്റിന് വേണ്ടിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ. ഇത് വാങ്ങാൻ നേരത്ത് ചേർത്ത് കൊടുക്കുന്നതാണ് ഒന്നുകൂടെ രുചി കൂടുതൽ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില എന്തോരം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.